ഒരു നാളിലും കുരുകിട്ടില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. അല്ലേ ഹല്ലേലൂയ പാടിയിടും അബുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താ നടത്തിയതാ. എന്നും നിറയ്ക്കും പനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പനപാത്രമുണ്ടെന്ന് ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താകം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. എന്താകം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും അബുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താ നടത്തിയതാ. സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാകൃപയും കരുണയുള്ള സർവശക്തനായ ദൈവമേ, അപ്പാപിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങൾ രക്ഷിതാവ് വീണ്ടെടുപ്പുകാരനമായ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഈ സന്ധ്യയിലെ ഗൂഗിൾ മീറ്റിംഗിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. കൃപയുടെ കരം ഇന്ന് കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹാസാന്നിധ്യമായിക്കണം പരിശുദ്ധ ആത്മാവേ. അവിടുത്തെ ആത്മാവ് തന്നെ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് ആത്മമണ്ഡലത്തിൽ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീത ഗൂഗിൾ മീറ്റിന് നേതൃത്വം കൊടുക്കുന്ന ദൈവഭക്തന്മാർക്കായി, ദൈവദാസിമാർക്കായി, പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി ഈ യോഗം, ഈ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ദൈവിക നന്മയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും ഭാരങ്ങളുമായി ദൈവത്തിന് സന്നി അടുത്തു വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവീയ ആശ്വാസം വിടുതലും ദൈവത്തിന്റെ ആത്മാവിനാൽ കൽപ്പിക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, രേവത്ത് മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. ദൈവവചന വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും പൈശാചികമായ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുതകരം നീട്ടണം. വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. പരിശുദ്ധാത്മ ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ആലോചനകളെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പങ്കുവയ്ക്കണം. വ്യക്തമായി സംസാരിക്കണം. ദൈവത്തിന്റെ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു ഇന്ന് രാത്രി അത്ഭുതകരമായി വിടുതൽ അയക്കണം. തിരുക്കരങ്ങൾ ഏൽപ്പിക്കണം. രോഗികളെ സൗഖ്യമാക്കണം. എല്ലാ ബന്ധനങ്ങൾ അഴിക്കണം. കർത്താവേ, കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങളെ ഉപദേശിക്കണം. ഞങ്ങളെ ആലോചനകളിൽ ഞങ്ങളെ അവിടുത്തെ ആത്മാവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കും. കാര്യങ്ങളെല്ലാം താഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധവും ധന്യമായ തിരുനാമം ഇന്ന് സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഗൂഗിൾ മീറ്റിൽ ഒരുമിച്ചായിരുന്നു ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം എനിക്ക് ഒരവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ
ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ലോകപരമായി എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു യഹൂദനാണെന്ന് പറയുന്നില്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അത്തരമായ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ വലിയൊരു ഭക്തനാണ്. അദ്ദേഹം ദൈവത്തെ തൻ്റെ കുടുംബത്തിൽ എല്ലാവരുമായി ചേർന്ന് ഗ്രഹത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നു. മൂന്നാമത് പറയുന്ന ആ മനുഷ്യൻ വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്. നാലാമത് പറയുന്ന ആ മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുമ്പോൾ വേദപുസ്തകത്തിൽ അധികം വ്യക്തികളെ കുറിച്ചൊന്നും ഇങ്ങനെ ഒരു സംബോധന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശേഷണം കൊടുത്തിട്ടില്ല. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എന്ന ആ ഒരു അധ്യായത്തിനകത്ത് ഈ മനുഷ്യന്റെ ചരിത്രം ഒതുങ്ങുന്നുണ്ടെങ്കിലും വലിയ ഒരു ചരിത്രം തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏത് ദൈവം എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിയാത്ത മനുഷ്യനായിരിക്കാം. കാരണം ദൈവം അവനോട് ഇടപെട്ട്, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് അല്ലെങ്കിൽ ദൈവം ഇടപെട്ട്, അല്ലെങ്കിൽ കർത്താവ് ഇടപെട്ട് അവനോട് പറയുകയാണ്, നിനക്ക് സുവിശേഷം കേൾക്കാൻ ഒരു ദൈവദാസനെ വിളിച്ചു വരുത്താം. പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ വായിച്ചാൽ തന്നെ അറിയാം, ദൈവം അവനോടുകൂടി സംസാരിക്കണം. ഒരു ദൈവദൂതനെ ദൈവം അയച്ചു. സ്തോത്രം. 3-ാം വാക്യം ഒരു വായിച്ചാൽ കാണാം. 9-ാം മണി നേരം, പകൽ സമയം. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, പകല് പോലും പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഞാന് പലപ്പോഴും ചിന്തിച്ച് അതിശയപ്പെട്ടു പോകാറ്. സ്തോത്രം. പൂർണ്ണ സമയം ദൈവവേല ചെയ്യുന്നവരല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവർക്ക് പോലും എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയാറില്ല. പക്ഷെ ഈ മനുഷ്യന്റെ ജീവിതം, ഈ മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് വിശുദ്ധ വേദപുസ്തകം സത്യമായി പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കലേക്ക് പകല് സമയത്ത് താനൊരു ദർശനം കാണുകയാണ്. ദൈവം തന്റെ ദൂതനെ അവന്റെ അടുക്കലേക്ക് അയക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ അവനോട് സംസാരിപ്പാൻ ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കും. യഹൂദനല്ല അദ്ദേഹം. ഏതെങ്കിലും സ്തോത്രം ഭൗതികമായ ഏതെങ്കിലും വിശ്വാസത്തിന്റെ അനുയായിയുമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സത്യ ദൈവത്തിൽ ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ വന്നു. പകൽ സമയത്ത് ദർശനം അവന്റെ മുമ്പിൽ വെളിപ്പെട്ടു. ആ ദർശനത്തിൽ അവൻ കണ്ടു, ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് അവൻ സ്പഷ്ടമായി കണ്ടു. ദർശനം കാണുന്ന ഒരു കൊർന്നല്യോസ്. എങ്ങനെ ദർശനം കിട്ടിയത് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നവന് ദർശനം കിട്ടും. പ്രാർത്ഥിക്കുന്നതിന് കിട്ടുന്ന ദർശനങ്ങൾ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന്, നാളെ എന്ത് ചെയ്യണമെന്ന്, ഏതെല്ലാം അവസ്ഥയിൽ നീ പോകേണ്ടി വരുമെന്ന്, ഏതെല്ലാം പ്രതിസന്ധികൾ വരുമെന്ന്, നിന്റെ അവസ്ഥയ്ക്ക് എന്ത് വ്യത്യാസം വരുമെന്ന് ദർശനങ്ങളിലൂടെ ദൈവം കാണിച്ചു തരും. പുസ്തകത്തിന്റെ അവസാന പുസ്തകമായി ചേർത്തിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സ്വന്തം വിശുദ്ധ യോഹന്നാന് വേണ്ടി സ്വർഗത്തിന് ദൈവം ഒരു വെളിപ്പാടുകളുടെ റെവലേഷൻ, ഒരു കലവറ തുറന്നു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന യോഹന്നാന് വേണ്ടി വെളിപ്പെടുത്തിയതുപോലെ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ദൈവികമായ ഒത്തിരി കാര്യാദികൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ഇവിടെ കൊർന്നല്യോസിനെ സംബന്ധിച്ചിട്ട്
ഇവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ ബഹുമാനപ്പെട്ട ഈ പട്ടാളത്തിലെ ഒരു സ്വത്ര ശതാധിപന്റെ ജീവിതത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യം, അദ്ദേഹം ഭൗതികമായി പോലും അദ്ദേഹം ഒരു ബഹുമാനപ്പെട്ട 100 പേർക്ക് 100 പട്ടാളത്തുകാർക്ക് അധിപനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ബഹുമാനത്തിന് യോഗ്യനായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല ഇത്രത്തോളം ദൈവഭക്തനായും പ്രാർത്ഥനയോടും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കുന്ന ആ ദൈവ മനുഷ്യന്റെ അടുക്കലേക്ക് സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ചു. ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് ദൈവം അവനോട് പറയുകയാണ്, സ്തോത്രം, കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവനെ ഉറ്റുനോക്കി. അവനെ ഉറ്റുനോക്കി എന്ന് പറഞ്ഞാൽ ദർശനത്തിൽ കണ്ട ആ ദൂതനെ അവൻ ഉറ്റുനോക്കി. ദൈവ ദൂതനുമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ദൈവവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ബന്ധം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദൈവമായിട്ടുള്ള ഒരു വലിയ ബന്ധം അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊർന്നല്യോസ് അവൻ ഭയപ്പെട്ടു പോയി. സ്തോത്രം, അവനെ ഉറ്റുനോക്കി അവൻ ഭയപരവശനായി. എന്താണെന്ന് കർത്താവ് ചോദിച്ചു. ഉടനെ ദൈവത്തിന്റെ ദൂതൻ അവനോട് പറയുകയാണ്, അവൻ ചോദിച്ചത്, നീ ആരാകുന്നു കർത്താവേ, കർത്താവേ എന്ന് വിളിച്ച് അവൻ സംബോധന ചെയ്തു. സ്തോത്രം, എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവൻ ഭയപരവശനായി. എന്താകുന്നു കർത്താവ് ചോദിച്ചു. സ്തോത്രം, മറുപടി കിട്ടി എന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിലെത്തിയിരിക്കുന്നു. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചതും ആ മനുഷ്യൻ ചെയ്ത ധർമ്മവും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ഹല്ലേലൂയ. നോക്കണേ, എന്തിനായി ദർശനം? ഇത് യഥാർത്ഥമായ സത്യ സുവിശേഷം, സത്യദൈവം ആരെന്ന് ഈ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കാൻ, സത്യ സുവിശേഷം ഈ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ ദൂതൻ അയച്ചത്. ദൂതൻ വന്ന് സുവിശേഷം പറഞ്ഞില്ല. സ്തോത്രം, ഈ കൊർന്നല്യോസിനോട് സ്തോത്രം ദൂതൻ വന്ന് സുവിശേഷം അറിയിച്ചില്ല. ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്തോത്രം, നീ ഒരു കാര്യം ചെയ്യണം. സ്തോത്രം, 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കും, നീ ഒരു കാര്യം ചെയ്യണം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, തുകൽ പണിക്കാരനായ ശിമോനെ വരുത്തുക എന്ന് പറയുക. ദൂതൻ സുവിശേഷം പറയാതെ സുവിശേഷം പറയേണ്ട വ്യക്തിയെ, സാക്ഷാൽ പത്രോസിനെ ആ ദൈവദാസന്റെ അല്ലെങ്കിൽ ആ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്തോത്രം ദൈവം അവന് ദർശനം കൊടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഒരു മനുഷ്യന്റെ ജീവിതത്തില് മാനസാന്തര സ്നാനം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു ദൂതും പറയുന്നില്ല. പകരം അവർ പറഞ്ഞു കൊടുക്കുകയാണ്, സ്തോത്രം, അപ്പോസ്തലനായ പത്രോസിനെ കൊണ്ടുവരണം. അഡ്രസ് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി പേര് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം, അഡ്രസ് പറഞ്ഞു കൊടുക്കുന്ന ദൈവം. അതെ, നമ്മളവിടെ വായിക്കുമ്പോൾ കാണാം. സ്തോത്രം, ആ മനുഷ്യനോട് ദൈവം ഇടപെടുകയാണ്. സ്തോത്രം, നിനക്ക് വേണ്ടി സ്തോത്രം സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നീ ഒരു കാര്യം ചെയ്യണം. യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിന്റെ ആൾക്കാർ അയക്കണം. അവിടെ പത്രോസ് എന്ന് മറുപേരുള്ള സീമോനെ വരുത്തുക. ഹല്ലേലൂയ. സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്തു, യോപ്പ. സ്തോത്രം, ആ ദർശനം വെറുതെ അല്ല, പ്രാർത്ഥിച്ചോടരുത് കിട്ടുന്ന ദർശനം വെറുതെ അല്ല, സ്ഥലം പറഞ്ഞു കൊടുത്തു. രണ്ടാമത് പറഞ്ഞു കൊടുത്തത് സ്തോത്രം, അവിടെ വസിക്കുന്ന വ്യക്തിയുടെ പേര് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ. ഒരു വ്യക്തിക്ക് 2 പേരുണ്ടെങ്കിൽ 2 പേരും പറഞ്ഞു കൊടുത്തു. തീർന്നില്ല. സ്തോത്രം, അവൻ ഏത് വീട്ടിലാ ഇരിക്കുന്നത് ആ വീട്ടുകാരന്റെ പേര്, അവൻ തുകൽ പണിക്കാരനായ ശീമോൻ എന്ന് ഒരുവനോടുകൂടെ പാർക്കുന്നു. ഹല്ലേലൂയ. അവൻ പാർക്കുന്ന വീട്ടിലെ വീട്ടുകാരന്റെ പേരും പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം, എന്നിട്ട് പറഞ്ഞു ആ വീട് എവിടെ ഇരിക്കുന്നത്, ആ വീട് ഇരിക്കുന്ന സ്ഥലവും പറഞ്ഞു. അവന്റെ വീട് കടൽ പുറത്താകുന്നു. ഹല്ലേലൂയ. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം പേര്, സ്തോത്രം,
ഹല്ലേലൂയ. വീട്ടുപേര്, സ്തോത്രം, ആ വീടിരിക്കുന്ന സ്ഥലം, സകലതും വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കൊർന്നല്യോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. അവൻ ദാനധർമ്മം കൊടുത്ത് വെറുതെ ആയില്ല. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് വെറുതെ ആയില്ല. ദൈവദൂതൻ ഇറങ്ങി വന്ന് അവനോട് വ്യക്തമായി കാര്യം പറഞ്ഞു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആ ദൂത് ഏറ്റെടുത്തിട്ട്, സ്തോത്രം, ആ ദൂതൻ പോയതിന് ശേഷം, അല്ലെങ്കിൽ ദർശനം കഴിഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടിലെ സേവകന്മാരെ, അകമ്പടിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, യോപ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ തുകൽപ്പണിക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വീടുണ്ട്. ആ വീട്ടിൽ ശീമോൻ എന്ന് പേരുള്ള പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പോയി ആ മനുഷ്യനോട് ഈ കാര്യം പറഞ്ഞ് ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരണമെന്ന് ദൈവത്തിന് ഇടപെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവവുമായി ബന്ധപ്പെടുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ഇത് ഈ മനുഷ്യനെ ആത്മീകമായി ദൈവവുമായിട്ടുള്ള ഒരു രൂപാന്തരത്തിലേക്ക് വരുത്തുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ചത്. ഒരു ഭൗതിക കാര്യം, സ്തോത്രം, കൊർന്നല്യോസിന് വേണ്ടി സ്ഥാപിച്ചു കൊടുക്കാൻ, സാധിച്ചു കൊടുക്കുവാൻ, വർദ്ധിപ്പിച്ചു കൊടുക്കുവാനല്ല. ദൈവം ആഗ്രഹിക്കുന്ന, കൊർന്നല്യോസേ, നീ നല്ലവനാണ്, നീ ഭക്തനാണ്, നീ സകല കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന വ്യക്തിയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, നീ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, നീ ഒത്തിരി ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനാണ്, നിന്റെ പ്രാർത്ഥന എല്ലാം സ്വർഗത്തിലെത്തി, ദാനധർമ്മം എത്തി. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഇനി സംഭവിക്കുവാനുണ്ട്. അതിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. ഒരു സുവിശേഷകനെ, ഒരു അപ്പോസ്തലനെ നിന്റെ വീട്ടിൽ കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം അപ്പോസ്തലന്റെ പേര് പറഞ്ഞു കൊടുത്തു, അപ്പോസ്തലൻ പാർക്കുന്ന വീട് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദൂതനിലൂടെ പറഞ്ഞു കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കും ദൈവവൈതല്, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇടപെടുന്ന ദൈവവും ദൈവത്തിന്റെ ആത്മാവും ദൈവദൂതനുമല്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി, ആത്മീയ രൂപാന്തരത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദർശനം തരുന്ന, വെളിപ്പാട് തരുന്ന, ദൂത് തരുന്ന, ആലോചന തരുന്ന ഒരു ദൈവമാണ് സാക്ഷാൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ, സ്വത്രം 10-ാം അധ്യായം പഠിക്കുമ്പോൾ, സ്വത്രം, ഈ ദൂതന്മാര്, സ്വത്രം, അല്ലെങ്കിൽ ഈ അകമ്പടിക്കാര് ഈ പത്രോസിനെ അന്വേഷിച്ച് പോകുമ്പോൾ, സ്വത്രം, വെളിപ്പെടുത്തി കൊടുത്ത അഡ്രസ് അന്വേഷിച്ച് നടക്കുമ്പോൾ പത്രോസ്, ഹല്ലേലൂയ, ഇതാ അവിടെ സ്തോത്രം മറ്റൊരു സ്ഥലത്ത് താനും അവിടെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ പ്രാർത്ഥിക്കുന്നു, അപ്പോസ്തലനും പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസിന് വിശന്നപ്പോൾ പത്രോസ് എവിടെ കയറി? വെൺമാടത്തിൽ പ്രാർത്ഥിക്കാൻ കയറി. ഹല്ലേലൂയ. വിശക്കുമ്പോൾ ഭൗതിക വിശപ്പല്ല ഞാൻ മനസ്സിലാക്കുന്നത്. പത്രോസിനുണ്ടായതൊരു ഭൗതിക വിശപ്പല്ല, അതൊരു ആത്മീയ വിശപ്പ്, പ്രാർത്ഥിക്കാനുള്ള വിശപ്പാണ്. പ്രാർത്ഥിക്കാൻ വിശപ്പില്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് എങ്ങനെ ദൂത് പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിക്കാൻ വിശപ്പുള്ളവന്, അവന് പ്രാർത്ഥിക്കാൻ വിശപ്പ് വന്നപ്പോ അവൻ വെൺമാടത്തിൽ കയറി അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അവരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവനൊരു ആത്മീക വിവശത വന്നു. പ്രാർത്ഥിക്കുന്നവന് ദർശനമുണ്ട്, ദൈവദൂതൻ ഇറങ്ങി വരും, അവൻ ആത്മീയ വിവശത വരും. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ കാണാത്ത ദർശനത്തിന്റെ കലവറകൾ തുറക്കും. ഈ ഭൗതികമായ മനുഷ്യന് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്കെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യന് ആത്മീയ ഇന്ദ്രിയങ്ങളുണ്ട്. കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന, സഞ്ചരിക്കാൻ കഴിയുന്ന, പ്രവർത്തിക്കാൻ കഴിയുന്ന ആത്മീയ ഇന്ദ്രിയങ്ങളുമുണ്ട്. ഞാൻ പറയട്ടെ, ഈ ആത്മവിവശത എന്ന് പറഞ്ഞാൽ, ആ പത്രോസ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ, ശക്തനായ അപ്പോസ്തലൻ തൻ്റെ ആത്മീയ ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിച്ചു. ആ ആത്മീയ ഇന്ദ്രിയങ്ങളുള്ള ഒരു അനുഭവത്തിലേക്ക്, ആ ദർശനത്തിലേക്ക് താൻ കടക്കുമ്പോൾ, സ്തോത്രം, ദൈവം തനിക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. ആകാശത്ത് 4 കോണ് കെട്ടിയിട്ട് ഒരു വലിയ തുപ്പട്ടി കെട്ടി ഇറക്കുകയാണ്. സ്തോത്രം. അതിലേക്ക് ആ മനുഷ്യൻ, അതേ പത്രോസ് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമിയിലെ സകല ഇടജാതികളും നാൽക്കാലികളും പറവകളും എല്ലാം അതിനകത്ത് കണ്ടു. ഉടനെ ആ ദർശനത്തിൽ ഒരു ദർശനത്തിൽ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. ദൈവം പറയുകയാണ്, പത്രോസേ, നീ എഴുന്നേറ്റ് അറുത്ത്
തിന്നുക എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടായി. യഹൂദനാകുന്ന, യേശുവിൻ്റെ ശിഷ്യനാകുന്ന, ഒന്നാമത്തെ അപ്പോസ്തലനാകുന്ന പത്രോസിനോട് ദൈവം ദർശനത്തിൽ പറഞ്ഞ ആ ശബ്ദം കേട്ടപ്പോ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞത്, കർത്താവേ, ഒരിക്കലും പാടില്ല കർത്താവേ. ഹല്ലേലൂയ. നോക്കുക, ദൈവം ദർശനത്തിൽ പറയുന്ന വാക്ക് അതുപോലെ ഉൾക്കൊള്ളുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് പറഞ്ഞു ഒരിക്കലും പാടില്ല. കർത്താവ് പറഞ്ഞു ആർത്ത് തിന്നടാ. സ്വത്രം. പത്രോസ് തിരിച്ചു പറഞ്ഞു ഇല്ല കർത്താവ്, ഒരിക്കലും പാടില്ല. കാരണം പത്രോസിന്റെ അകത്ത് കിടക്കുന്ന ചില സ്വത്രം സങ്കുചിതമായ ചിന്തകൾ, നാരോ മൈൻഡഡ്, ആ ഒരു ചിന്താഗതി അവൻ്റെ അകത്ത് കിടക്കുക. അപ്പോ ഈ പത്രോസിന്റെ അകത്തുള്ള ആ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കാം. സ്വത്രം. വേദപുസ്തകം പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തികൾക്ക് അറിയാം, പത്രോസിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ മനുഷ്യൻ യഹൂദന്മാരോട് കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പൗലോസ് അത് ചൂണ്ടിക്കാണിക്കുന്നു. പത്രോസ് കേഫാവ് അന്ത്യോക്യയിൽ വന്നാറ് ഞാൻ അവന് കുറ്റം കാണാൻ അവനുമായി അഭിമായി എതിർത്ത് നിന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് അത് യഹൂദന്മാരോട് കൂടെ നിന്നുകൊണ്ട് സ്വത്രം അതേ യഹൂദ മതത്തിന്റെ ഉപദേശങ്ങളായ ആ പരിച്ഛേദന കർമ്മങ്ങൾ തുടങ്ങിയ പല കർമ്മങ്ങളും ആചാരം അനുഷ്ഠിക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയും അവരോടുകൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ജാതികളുടെ സ്വത്രം മാനസാന്തരത്തെയും വിശ്വാസത്താലുള്ള ആ സ്വത്രം രൂപാന്തരത്തെയും മാനസാന്തരത്തെയും ഒക്കെ ഹല്ലേലൂയ അതിൽ ഉറച്ചു നിൽക്കാതെ, പൗലോസിനെ പോലെ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് പിൻവാങ്ങി പോകുന്ന ഒരു പത്രോസിനെ കാണാം. പക്ഷേ ആ ഒരു സ്വഭാവമുള്ളത് കൊണ്ട് ദൈവം അവനോട് ഇടപെടുകയാണ്. സ്വത്രം, നീ ഇത് അറുത്ത് തിന്നണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. പക്ഷേ സ്വത്രം പത്രോസ് തിരിച്ചു പറയണം, ഒരിക്കലും പാടില്ല കർത്താവേ, ഒരിക്കലും പാടില്ല കർത്താവ്. പലപ്പോഴും നമ്മൾ ദൈവം ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുമ്പോൾ, കാരണം നമ്മളെ മൈൻഡിൽ ചിലതൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ച് ഞാൻ അങ്ങനെ ചെയ്യൂ, അങ്ങനെ പോകൂ, അത് എന്നെ കൊണ്ട് പറ്റൂ, അതിൻ്റെ അപ്പുറം പറ്റത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതിൻ്റെ അപ്പുറത്ത് അവനോട് സംസാരിക്കുകയാണ്, നീ ഇതിനെ അറുത്തു തിന്നണം. എന്താ കാര്യം? ഈ വിഷയം എന്താണെന്ന് പത്രോസിന് മനസ്സിലായില്ല. അവിടെ അങ്ങ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3 പ്രാവശ്യം ദൈവം അവനോട് സംസാരിച്ചു. അവനോട് എന്താ പറഞ്ഞത്? 15-ാം വാക്യത്തിൽ, 15-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് വിചാരിക്കരുത്. നിന്റെ വിചാരത്തിൽ ഒരു ശുദ്ധീകരണം നടക്കണം. നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം പറയാത്ത കാര്യങ്ങൾ, ദൈവം അരുളപ്പാട് തരാത്ത കാര്യങ്ങൾ, ദൈവം ഉപദേശിക്കാത്ത കാര്യങ്ങൾ, നിനക്ക് തന്നെ എന്തോ വിചാരങ്ങൾ, മനക്കോട്ടകൾ കെട്ടിയതുപോലെ നിന്റെ മൈൻഡിൽ എന്തൊക്കെയോ നീ വിചാരിച്ചു വെച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം പറയുകയാണ്, നീ മലിനമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. ഇങ്ങനെ 3 പ്രാവശ്യം ദൈവം അവനോട് സംസാരിച്ചു. ഉടനെ ആ പാത്രം തിരികെ എടുത്തു. 17-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ട്. നമുക്ക് മാത്രമല്ല ചഞ്ചലിക്കുന്ന ഹൃദയമുള്ളത്, അപ്പോസ്തലനായ പത്രോസിനും ചഞ്ചലിക്കുന്ന ഹൃദയമുണ്ട്. ഇതെന്താണപ്പാ ഇങ്ങനെ ഒരു ദർശനം കണ്ടു? നമ്മളോടും പലരുമൊക്കെ പറയാറുണ്ട്, സ്വത്ര അമ്മാമേ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, പാസ്റ്ററെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പത്രോസിനും മനസ്സിലായില്ല. അതുകൊണ്ട് ഭാരപ്പെടണ്ട. കാണും ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപ്പാടുകളും എല്ലാം നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിന്റെ സമയമാകുമ്പോൾ ദൈവം മനസ്സിലാക്കി തരും. മനസ്സിലാകേണ്ട ഒരു സമയമുണ്ട്. നമ്മൾ അതുവരെ കാത്തിരിക്കാൻ, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകണം. പത്രോസ് അങ്ങനെ ഇതെന്ത് ദർശനം കർത്താവേ, ഇങ്ങനെ എൻ്റെ ആയുസ്സിലൊരു ദർശനം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോർന്നല്യോസ് അയച്ച പുരുഷന്മാര് ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. സ്തോത്രം. ഉള്ളിൽ ചഞ്ചലചിത്തമായിട്ടിരിക്കുന്ന, വിചാരപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ വിചാരത്തിന്റെ ചിന്താഗതിക്കുള്ള, തൻ്റെ മനസ്സിന് ചാഞ്ചല്യം കൊണ്ടുവന്ന, സംശയം കൊണ്ടുവന്ന, തൻ്റെ ചിന്തയുടെ പദ്ധതികൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ഒരു മറുപടിയുമായി താൻ വസിക്കുന്ന വീടിന്റെ വാതിൽക്കൽ കൊർന്നല്യോസ് അയച്ച ദൈവത്തിന്റെ ഭടന്മാരവിടെ വന്ന് നിൽപ്പുണ്ട്. ആ വ്യക്തികൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. അവര് വന്ന് വാതിൽ തട്ടുകയാണ്. സ്വത്രം നോക്കുമ്പോൾ ചോദിക്കുകയാണ്, ഹല്ലേലൂയ,
സ്തോത്രം. ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്, പത്രോസ് എന്ന മറുപേരുള്ള സീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ? പത്രോസ് എന്ന വെളിപ്പേരും അറിയാം, അവന്റെ മറുപേരും അറിയാം. സ്തോത്രം. ഒരാൾക്ക് രണ്ടുപേരുണ്ട്, രണ്ടുപേരും കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞാൽ ശോ സത്യം, അപ്പൊ എന്റെ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? അതെ, ദൈവം ഞങ്ങളുടെ യജമാനന് നിങ്ങളെ രണ്ടുപേരും വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന വീട് വെളിപ്പെടുത്തി തന്നു. നിങ്ങൾ ഇരിക്കുന്ന വീടിന്റെ ഉടയവന്റെ പേര് വെളിപ്പെടുത്തുന്നു. ആ വീട് ഇരിക്കുന്ന സ്ഥലം യോപ്പ വെളിപ്പെടുത്തി. ആ വീട് ഏത് സ്ഥലത്താണ് ഇരിക്കുന്ന, കടൽ തീരത്താണ്, അതുവരെ വെളിപ്പെടുത്തി. ഇത് ആർക്കേ കിട്ടിയുള്ളൂ? പ്രാർത്ഥിക്കുന്നവർക്കേ വെളിപ്പാട് കിട്ടുന്നു. പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ബന്ധമുള്ളവർക്ക് സ്തോത്രം, ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ആലോചനകളൊക്കെ ദൈവം തരും. പൈസലോ ദൈവവുമായി ബന്ധമില്ലാതെ ജീവിച്ചാൽ നമുക്ക് ദർശനവുമില്ല, വെളിപ്പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും ദൈവത്തിലെ നിനക്ക് മുമ്പിൽ ദർശനങ്ങളുടെ കലവറകൾ തമ്പുരാൻ തുറക്കും. ഹല്ലേലൂയ. ദൈവ ദർശനങ്ങളുടെ കലവറകൾ നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. നമുക്ക് പത്രോസിനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറയുകയാണ്, ഈ 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ആരെങ്കിലും വിളിച്ചു എന്ന് പറഞ്ഞു അത് പോയില്ല. അവൻ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നു. മറ്റൊരാൾ കിട്ടിയ ദർശനം, മറ്റൊരാൾ കിട്ടിയ ആലോചന, അത് ഏറ്റെടുക്കുവാനല്ല പത്രോസ് ഇരുന്നത്. അവര് പറഞ്ഞത് കേട്ടിട്ട് അവൻ ദൈവത്തോട് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവേ, ഇങ്ങനെ 3 പേര് വന്ന് നിൽക്കുകയാണ്, എൻ്റെ 2 പേരും പറഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു, അവരുടെ കൂടെ പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാലേ ഞാൻ പോകത്തുള്ളൂ. പരിശുദ്ധാത്മാവോട് സംസാരിക്കാൻ തുടങ്ങി. പത്രോസേ, നീ ധൈര്യമായിട്ട് അവരെ കൂടെ നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാനാണ് അവരെ അയച്ചത് കൊണ്ട് നീ ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരുഷന്മാർ അവരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്ന്, ഹല്ലേലൂയ, നിങ്ങൾ അന്വേഷിക്കുന്നു ഞാൻ തന്നെ. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ വന്ന സംഗതി എന്ത്? സ്തോത്ര. ഹല്ലേലൂയ. അവർ പറയാണ്, നീതിമാന ദൈവത്തിന്റെ ദൂതന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപൻ നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ദൈവത്തിന്റെ ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാട് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്ന്, സ്തോത്രം, ആ പത്രോസിലൂടെ ഹല്ലേലൂയ പ്രസംഗം കേൾക്കണമെന്ന് ദൈവത്തിന്റെ ദൂതൻ ആലോചന പറഞ്ഞു. ഹല്ലേലൂയ. ചില ചിന്തിക്കും, നമ്മൾ വചനം കേൾക്കേണ്ട കാര്യമുണ്ടോ, പ്രസംഗം കേൾക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ബൈബിൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ദർശനമുണ്ട്, വെളിപ്പാടുണ്ട്, അതുകൊണ്ട് തീരും എന്നല്ല. സ്തോത്രം. ദൈവത്തിന്റെ അപ്പോസ്തലനെ വരുത്തി പ്രസംഗം കേൾക്കണം. എന്തിനാണ്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സ്തോത്രം ഒരു കൊർന്നല്യോസിന് ദർശനം കൊടുത്തു. ഹല്ലേലൂയ. അതിനുശേഷം പത്രോസിന് ദർശനം കൊടുത്തു. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി ചോദിച്ചാൽ, സ്തോത്രം, ഈ കൊർന്നല്യോസും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. ഒരു കുടുംബത്തിലുള്ളതിന് രക്ഷപ്പെടുത്താൻ, മാനസാന്തരപ്പെടുത്താൻ, സ്നാനപ്പെടുത്താൻ എന്തെല്ലാം പെടാപ്പാടാണ് ദൈവം തമ്പുരാൻ ചെയ്യുന്നത്. കൊർന്നല്യോസ് ദർശനം കൊടുക്കുന്നു, പത്രോസിന് ദർശനം കൊടുക്കുന്നു, പത്രോസിനോട് സംസാരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു കുടുംബം മൊത്തമായിട്ട് മാനസാന്തരത്തിലോട്ട് ദൈവഭാഗത്തോട്ട് വരുന്നത്. കാര്യം നമ്മളൊക്കെ വിചാരിക്കും വെറുതെ ഇരുന്ന് നടക്കുന്നില്ല. വെറുതെ നടക്കത്തില്ല. ദൈവം പ്രവർത്തിക്കണം, ദൈവം ഇടപെടണം, അങ്ങനെ ദൈവം ദർശനം കൊടുക്കണം, ദൈവം ആലോചന കൊടുക്കണം. ദൈവം ഇടപെട്ടാലേ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവർ 3 പേരും കൂടെ ഇതാ പത്രോസും നേരെ അവിടെ നിന്ന് പുറപ്പെട്ട് അവർ കൈസരിയയിലെത്തി. യോപ്പയിൽ നിന്ന് പുറപ്പെട്ടവർ കൈസരിയിലെത്തി. ഹല്ലേലൂയ. അവരവിടെ ചെല്ലുമ്പോൾ കൊർന്നല്യോസ് അവന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെ എല്ലാവരെയും കൂട്ടി വരും. ഹല്ലേലൂയ. നമ്മുടെ മീറ്റിങ്ങിൽ 2-3 പേരെ ഉള്ളുവെങ്കിലും സ്വതന്ത്രേരിയ കൊർന്നല്യോസ് എന്ത് ചെയ്തു? സ്വന്തക്കാരെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെ എല്ലാവരെയും വീട്ടിൽ വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. 50 പേര് വന്നാലും കുഴപ്പം, 100 പേര് വന്നാലും കുഴപ്പമില്ല. അവർക്കെല്ലാം സ്തോത്രം വെള്ളയപ്പവും കട്ടൻ കാപ്പിയും മുട്ടക്കറി എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചു വരുത്തി എന്ത് ചെയ്തു? സ്തോത്രം. അത് എന്തായാലും ചെലവ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാം? സുവിശേഷം കേൾക്കാമെന്ന് എന്ത് ചെയ്തു?
ഹല്ലേലൂയ. അവൻ ചിന്തിച്ചു സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ സ്തോത്രം ചെലവാക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്നോ രണ്ടോ പേര് മതി, സ്തോത്രം കൂടുതൽ വേണ്ട സ്തോത്രം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മളൊക്കെ ചെലവ് ചുരുക്കാൻ നോക്കും. പക്ഷെ കൊർന്നല്യോസ് അങ്ങനെയല്ല. തൻ്റെ ചാർച്ചക്കാരെ, ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി, ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട പോരാ, ഞാൻ മാത്രം വചനം കേട്ടാ പോരാ. ഹല്ലേലൂയ. എന്റെ ചാർച്ചക്കാർ കേൾക്കണം, എന്റെ ബന്ധുക്കൾ കേൾക്കണം, എന്റെ ചുറ്റുപാടുള്ളവർ കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ മനസ്സ് നമുക്കുണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. സുവിശേഷത്തിൽ യേശു പറഞ്ഞതുപോലെ സ്തോത്രം, ധനവാന് ലാസറിന്റെ കഥ പറഞ്ഞ പോലെ, ലാസർ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നപ്പോ ധനവാൻ ഇങ്ങനെ സ്തോത്രം ഹല്ലേലൂയ നരകത്ത് കിടക്കുമ്പോ സ്തോത്രം അവിടെ കിടന്നിട്ട് അവൻ പറയുകയാണ്, അയ്യോ അബ്രഹാം പിതാവേ, ആ ലാസറിനെ നാട്ടിലോട്ട് അയക്കണം, എനിക്ക് വേറെ 5 സഹോദരന്മാരുണ്ട്. അവരോട് പോയി പറയണം, ഇങ്ങനെ ഒരു നരകമുണ്ട്, യാതനാ സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു സ്വർഗമുണ്ട്. നിന്റെ മൂത്ത ചേട്ടൻ അതേ പെരിയ പണക്കാരൻ, പെരിയ ധനവാൻ, ഇതാ സ്തോത്രം ഈ നരകത്തിൽ കിടന്ന് എരിപരി കൊള്ളുക. അതുകൊണ്ട് ഈ ലാസറിനെ അയച്ച് പറയണം, ദേ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, മാനസാന്തരപ്പെടണം, കർത്താവിൽ വിശ്വസിക്കണം, ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കണം, നീ സ്നാനപ്പെടണം, നീ ദൈവരാജ്യത്തിന് വേണ്ടി രൂപാന്തരപ്പെട്ട് വരണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ പദ്ധതിയിലേക്ക് വരണമെന്ന് പറയണമെന്ന് സ്തോത്രം ഈ ധനവാന് തോന്നിയത് എവിടെ? നരകത്തിൽ കിടക്കുമ്പോഴേ. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ കൊർന്നല്യോസിന് മനസ്സിലായി, എന്റെ വീട്ടിൽ ഒരു അപ്പോസ്തലനെ ദൈവം അയച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വചനം കേട്ടാ പോരാ. ഹല്ലേലൂയ. എന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ആരെല്ലാം ഉണ്ടോ, തന്റെ സ്നേഹിതന്മാരെയും അടുത്ത സ്നേഹിതരെയും ചാർച്ചക്കാരെയും എല്ലാവരെയും കൂട്ടി വരുത്തി ഹല്ലേലൂയ പത്രോസിന് വേണ്ടി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഒരു പട്ടാളത്തിലെ മേജർ ജനറൽ, ഒരു മിലിറ്ററിയിലെ കൂടിയ ഉദ്യോഗസ്ഥൻ അതിൽ ഓടി വന്ന് സ്തോത്രം ഒരു ദൈവദാസന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പിന്നെ താഴ്മയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവദാസനെ കണ്ടാൽ ഒരു സ്തോത്രം പോലും പറയത്തില്ല, ഒന്ന് ഇരിപ്പിടത്തിൽ നിന്നും അനങ്ങത്ത് പോലും. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, ഇത്രയും വലിയ ധനവാനായ ഒരു മിലിറ്ററിക്കാരനായ ആ മനുഷ്യൻ, അതെ 100 പട്ടാളത്തുകാരുടെ ലീഡറായിരിക്കുന്ന ആ കമാൻഡർ ആയിരിക്കുന്നവൻ, അതേ ആ മനുഷ്യൻ ഓടി വന്ന് ആ ദൈവദാസന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. ഉടനെ പത്രോസ് പറഞ്ഞു, ഹല്ലേലൂയ, എഴുന്നേൽക്കുക സഹോദരൻ, ഞാനും ഒരു മനുഷ്യനാണ്. ദൈവദാസൻ ദൈവമല്ല. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ദൈവദാസന്മാരൊക്കെ ദൈവമല്ലേ? ദൈവമല്ല. ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവമാവില്ല. സ്തോത്രം. അല്ലെങ്കിൽ ആദ്യം പത്രോസ്, ഞാനാണ് ദൈവം, നീ നമസ്കരിച്ചോ എന്ന് പറയാം. ഇല്ല. സ്തോത്രം. എൻ്റെ പത്രോസ് പറയുകയാണ്, ഞാനും നിന്നെ പോലെ കൊർന്നല്യോസ് നിന്നെ പോലെ ഒരു മനുഷ്യനാണ്, നീ എന്നെ നമസ്കരിക്കണ്ട, എന്നെ അല്ലേ ആരാധിക്കേണ്ടത്, നീ ആരാധിക്കേണ്ടത് സർവശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞു എഴുന്നേൽപ്പിച്ചു. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചിരുന്നാലും യോഹന്നാൻ വലിയ വെളിപ്പാടും ദർശനവും ഒക്കെ കണ്ട് എഴുതുന്നുണ്ടെങ്കിലും അവസാനം ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, സ്വന്തം തനിക്ക് ദർശനം വെളിപ്പാട് കാണിച്ചു കൊടുക്കണം. ദൂതന്റെ കാലിൽ കയറി വിഴുന്ന് കാലിക്കെട്ടി പിടിച്ചു കിടന്ന് താൻ തൊഴാനും നമസ്കരിക്കാനും തുടങ്ങി. സ്വന്തം ദൂതൻ പറഞ്ഞു, എൻ്റെ പൊന്നി യോഹന്നാനെ, ഞാൻ കേവലം ഒരു ദൂതനാണ്, നിന്റെ ഒരു സഹപടനാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ ഇറങ്ങി വന്ന ദൈവദൂതനാണ്. നീ എന്നെ നമസ്കരിക്കരുത്, നീ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ചിലകാര്യം അറിയാൻ പാടില്ലാതെ, കാര്യം അറിയാൻ പാടില്ല, ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും ഏതിനെ കണ്ടിരുന്നാലും കയറി അങ്ങ് അതിനെ കയറി നമസ്കരിക്കുക, മനുഷ്യന്റെ കാര്യം വിഴുക. സ്വന്തം വല്ലാത്ത സ്വഭാവം പിടിച്ച മനുഷ്യരുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ദേശത്തെ സംബന്ധിച്ചുള്ള ആളുകളുടെ പ്രത്യേകത, അത് എന്തെങ്കിലും ഒന്ന് ആരാധിക്കാൻ കിട്ടിയാൽ മതി. ഒരു പല്ല് കിട്ടിയാൽ മതി, ഒരു തലനാരിഴ കിട്ടിയാൽ മതി, ഒരു എല്ല് കിട്ടിയാൽ മതി, ഒരു ശവകുടീരം കിട്ടിയാൽ മതി, ഒരു മരം കിട്ടിയാൽ മതി, ഒരു ചെടി കിട്ടിയാൽ മതി, എന്തെങ്കിലും മതി അങ്ങ് ആരാധിക്കാൻ. സ്തോത്രം. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കാരനെ കണ്ടാൽ മതി, ഫുട്ബോൾ കളിക്കുന്ന അങ്ങ് ആരാധിക്കാൻ വേണ്ട ആൾക്കാർ നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ നമസ്കരിച്ചവനെ കൊർന്നല്യോസിനെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരാ, ഞാനും നിന്നെ പോലെ സഹോദരനാണ്, നീ എന്നെ നമസ്കരിക്കണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൻ ദൈവ സന്നിധിയിൽ അതെ അവിടെ ഇരിക്കുന്ന വ്യക്തികളോട് ചോദിക്കുകയാണ്. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്ന് എല്ലാ ജാതികളെ കൊണ്ട് ആ മനുഷ്യരെ കണ്ടിട്ട് സ്തോത്രം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ വായിച്ചു നോക്കണം. ഹല്ലേലൂയ. പത്രോസ് സ്തോത്രം ഒരു ജാടയും കാണിക്കാതെ തൻ്റെ കാര്യം ഉള്ളതുപോലെ തൻ്റെ കുറവ് താൻ വിളിച്ചു പറയാണ്. പിന്നെ ഞാൻ ഈ അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെന്ന് അവിടെ ചെല്ലുന്നതും അവരുമായിട്ട് അവരെ വീട്ടിൽ പെരുമാറ്റം ചെയ്യുന്നതൊന്നും യഹൂദനായ എനിക്ക്
നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ പോയാൽ അത് സുവിശേഷം അല്ല പറഞ്ഞത്. ഞാൻ ഏത് ജാതിയാ, നിങ്ങൾ ഏതാന്ന് ആദ്യം പറഞ്ഞു. സ്തോത്രം. ഞാൻ ഏതാ, നിങ്ങളേതാ. സ്തോത്രം. പത്രോസിനെ കുറ്റം പറഞ്ഞാൽ പറ്റത്തില്ല, കാരണം പുള്ളി പക്ക യഹൂദനാ. സ്തോത്രം. തൻ്റെ അടുത്ത് താൻ ചെന്ന് കയറിയത് ഒരു താണജാതിക്കാരൻ്റെ വീടാ. പണക്കാരനാണ്, സ്തോത്രം, വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അവൻ്റെ ജാതിയെക്കുറിച്ച് പുള്ളിക്കാരന് മനസ്സിലായപ്പോൾ പറയാണ്, ഇങ്ങനത്തെ ജാതിക്കാരുടെ ഇടയിൽ ഞാൻ പോകത്തില്ല. അത് ഇങ്ങനെ പോകാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നിഷിദ്ധമാണ്, ദൈവം ഞങ്ങൾക്കത് അനുവദിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്കിലും കുറച്ച് സമയം മുമ്പേ ദൈവം എനിക്കൊരു ദർശനം തന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തെറ്റായ ചിന്ത ഉണ്ടായിരുന്നു. അയ്യേ, അവർ മോശക്കാരാ, ഇവര് മോശക്കാരാ, ആ ജാതിക്കാര് മോശക്കാര്, ഇവര് മോശക്കാരാ, അയ്യോ അവരെ വീട്ടിലൊന്നും പോകരുതേ, അവരോടൊത്തൊന്നും പ്രാർത്ഥിക്കാൻ കൂടരുതേ, അവിടെ പോകരുത് എന്നൊക്കെ ഉള്ള ഒരു തെറ്റായ ചിന്താഗതി ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ദുപ്പട്ട് കെട്ടി ഇറക്കിയിട്ട് 3 പ്രാവശ്യം ദൈവം തമ്മിൽ അങ്ങോട്ട് പറഞ്ഞിടാ, ദൈവം വിശുദ്ധീകരിച്ചതിന് നീ അശുദ്ധമെന്ന് പറയും. അപ്പോസ്തലനായാലും സ്തോത്രം, ഈ പുള്ളിയെ നടത്തണമെങ്കിൽ ദൈവത്തിന് പോലും എന്നാ പാടാ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ശക്തമായ 2 ലേഖനങ്ങളൊക്കെ എഴുതിയ ആളാ. സ്തോത്രം. പുള്ളിയുടെ നിഴലടിച്ച സ്തോത്രം ചത്ത് കിടക്കണോ ചാടി അടിക്കും. സ്തോത്രം. ഭയങ്കര കൃപയും ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിലിരിപ്പ് ഇച്ചിരി കുഴപ്പമാണ്. സ്തോത്രം. അത് തിരുത്താൻ വേണ്ടി തമ്പുരാൻ ഒരു ദർശനം 3 വട്ടം കാണിച്ചിട്ട് പറഞ്ഞിടാ, എഴുന്നേറ്റ് അർത്ഥത്തിന് ഞാൻ ശുദ്ധീകരിച്ചാൽ നീ ഇനി എന്ത് ചെയ്യരുത്. സ്തോത്രം. ലോകക്കാർ വേർതിരിക്കുന്നത് അഥവാ ശുദ്ധൻ, ഇവൻ ശുദ്ധൻ, നീ മലിനമെന്ന് പറഞ്ഞ് എന്നെ എന്ത് തള്ളിക്കളയരുത്. ഇപ്പോൾ തന്നെ തുറന്നങ്ങ് പറഞ്ഞ്, ഞാൻ വന്നതിൻ്റെ കാരണം കുറച്ച് സമയം മുമ്പേ എന്നോട് ദൈവം ഇങ്ങനെ ഇടപെട്ടു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ എന്ത് ചെയ്യരുത്, ഒരു മലിനമെന്നോ അശുദ്ധനോ എന്ന് നീ പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം പത്രോസിന് ഈ ദർശനം കൊടുക്കാതെ കൊർന്നല്യോസ് അല്ല, കൊർന്നല്യോസിനെക്കാട്ടും വലിയ പട്ടാളത്തി ഉദ്യോഗസ്ഥൻ പോയി വിളിച്ചിരുന്നാലും ഈ പത്രോസ് വരത്തില്ല. തൻ്റെ ജാതി എനിക്കറിയാം, തൻ്റെ വീട്ടിൽ ഞാൻ വരത്തില്ലെന്നേ പറയത്തുള്ളൂ. പക്ഷേ ദൈവം കൊടുത്ത ദർശനത്തിന് മുമ്പിൽ, ദൈവം കൊടുത്ത ആലോചനയ്ക്ക് മുമ്പിൽ ഒരു പത്രോസ് കീഴടക്കി കൊടുത്തു. അവൻ ദൈവത്തിനെ സമർപ്പിച്ചു. അവൻ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ പറയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആളെ അയച്ചപ്പോൾ ഞാൻ എതിര് പറയാതെ വന്നത്. അടുത്ത് ചോദിക്കുക, എന്നാൽ നീ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് കൊർന്നല്യോസ് പറയാണ്, 4 ദിവസം മുമ്പ് നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ ദൂതം വന്ന് പറഞ്ഞു, കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥനയുടെ നിന്റെ നന്മ ഓർത്തിരിക്കുന്നു. നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് പേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തുകൽപ്പണിക്കാരനായ ശീമോന്റെ വീട്ടിൽ പാർക്കെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. എന്തിനാ നീ വന്നത്? സ്തോത്രം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതെല്ലാം കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിനു മുമ്പാകെ കൂടിയിരിക്കുന്നു. പത്രോസേ, നിന്റെ കഥയൊന്നും കേൾക്കാനല്ല ഞങ്ങൾ നിന്നെ വിളിച്ചത്. കർത്താവ് നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞു, അത് കേൾക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടെ ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഒരു ദൈവദാസൻ ശുശ്രൂഷ ചെയ്യാൻ വരുന്നത്, അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹം അമേരിക്ക പോയത്, അദ്ദേഹം കടലിൽ യാത്ര ചെയ്തും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതും, അദ്ദേഹത്തിന് പ്ലെയിന് കിട്ടിയതും കാറ് കിട്ടിയതും ലോറി കിട്ടിയതും ഭാര്യ കിട്ടിയതും മക്കളെ കഥ പറയാനല്ല വിളിച്ചത്. ദൈവം നിന്നോട് എന്തെങ്കിലും ആലോചന കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവിക കൽപ്പന ഞങ്ങളോട് അറിയിക്കണം. നോക്കുക, ഉടനെ പത്രോസ് ദൈവത്തിന്റെ വചനം പറഞ്ഞു തുടങ്ങി. ഉടനെ ആ മനുഷ്യൻ പറയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. ഞാനിപ്പോൾ യഥാർത്ഥമായി അംഗീകരിക്കുന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ട് അതുപോലെ ദൈവവചനം ഏറ്റെടുത്ത് അംഗീകരിക്കുന്ന പലരും ഒരു പത്രോസ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു സുവിശേഷം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെ ഉണ്ടായ വർത്തമാനം, നസ്രായൻ യേശുവിനെ ദൈവം പരിശുദ്ധ ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്ത് വിശാലജി ബാധിച്ചവരൊക്കെ സൗഖ്യവാക്യം കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് പിന്നെ പറഞ്ഞതെല്ലാം യേശുവിനെ കുറിച്ച് മാത്രം.
യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവസാനം പറയുന്നുണ്ട്, അവൻ മരിച്ചവൻ ഉയർത്തിയ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷ യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ ഉയർത്തെഴുന്നേറ്റ് യേശു തങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് വരെ പറഞ്ഞിട്ട് പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ആ ദൈവത്താൽ നിയമിക്കപ്പെട്ട അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. ഈ വചനം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. നിനക്ക് ഇതുവരെ പാപമോചനം ഉണ്ടായിട്ടില്ല, നീ ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല, നീ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല, നീ പ്രാർത്ഥിക്കുന്നവന്, ദാനം കൊടുക്കുന്നവന്, ദർശനം കാണുന്നവനൊക്കെ ശരിയാ, പക്ഷെ ഇന്ന് നീ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സുവിശേഷം പറയുമ്പോഴാണ് പരിശുദ്ധ ഇറങ്ങിയത്. ഹല്ലേലൂയ. സുവിശേഷം കേട്ടോണ്ടിരുന്നവനാണ് പരിശുദ്ധ ഇറങ്ങി വന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, എവിടെ ശക്തമായി സുവിശേഷം പറയുമോ, ക്രിസ്തുവിനെ പ്രസംഗിക്കുമോ, വചനം പറയുമോ, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഇന്ന് രാത്രിയിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ 500 അധികം പേർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ദൂതന്മാരുടെ മുമ്പിലൂടെ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അതേ ആകാശത്തിൽ നോക്കി നിൽക്കുന്ന ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഈ സ്വർഗത്തിലെ പോകുന്ന യേശുവിനെ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് അരുളിയതുപോലെ സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥ പറയുന്ന യേശു ക്രിസ്തു അവൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രി വിശ്വസിക്കണം. ഹല്ലേലൂയ. സുവിശേഷം കേട്ട് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ മണവാട്ടി സഭയായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കണം. കാരണം കർത്താവ് നമ്മൾ ചേർക്കുവാൻ വരുവാൻ കാലമായി. അതെ, ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ പറയാനുള്ളത്, ഹല്ലേലൂയ, പത്രോസ് പറഞ്ഞതുപോലെ, സ്തോത്രം, കൊർന്നല്യോസേ, നീ യേശുവിനെ സ്വീകരിക്കണം, യേശുവിന്റെ കൽപ്പന അനുസരിക്കണം, കർത്താവിനോട് ജീവിക്കണം, ദൈവരാജ്യത്തിൽ നീ പ്രയോജനപ്പെടണം. പരിശുദ്ധാത്മാവുടെ മേൽ വന്നു വചനം കേട്ട എല്ലാവരുടെ മേലും അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. പത്രോസിന്റെ കൂടെ വന്ന യഹൂദന്മാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പത്രോസ് പറയുകയാണ്, നമ്മെ പോലെ പരിശുദ്ധാത്മ പ്രാപിച്ച ഇവരെ എന്ത് ചെയ്യാം? 47-ാം വാക്യത്തിൽ നമ്മെ പോലെ പരിശുദ്ധി ആത്മാ പ്രാപിച്ച ഇവര് ഇനി സ്നാനം കഴിപ്പിച്ച് കൂടാതെ വണ്ണം വെള്ളം വിലക്കാൻ ആർക്കും കഴിയില്ല. ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കും ദൈവവചനത്തില് നീ ദൈവകൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് വിലക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു യഹൂദനും കഴിയത്തില്ല, ഒരു ന്യായപ്രമാണത്തിനും കഴിയത്തില്ല. നിരാത്രി ആർക്കും വിലക്കാൻ കഴിയാതെ ദൈവ കൽപ്പന അനുസരിക്കുന്നവരായി, വിശ്വാസമുള്ളവരായി, ദൈവഭക്തി ഉള്ളവരായി നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി കർത്താവിനോട് പറയാൻ, കർത്താവേ, ലോകത്തിന്റെ വിലക്കുകളെ ഒന്നും ഞാൻ ഇനി വകവയ്ക്കത്തില്ല. ഞാൻ ഈ കർത്താവിന്റെ വാക്കിനെ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിളിച്ചു പറയുക, ആരൊക്കെയോ വിലക്കി. ആത്മാവിനോട് പറയുക, ചില വ്യക്തികളുടെ ജീവിതത്തോട് ദൈവം ഇടപെടുകയാ. നിന്നെ ആരൊക്കെയോ വിലക്കി. നീ പാടരുത്, നീ പ്രവചിക്കരുത്, നീ ശുശ്രൂഷ ചെയ്യരുത്, നീ അന്യഭാഷ പറയരുത്. അതാ ജനാധന, നിനക്ക് ദൈവവിളി ഇല്ല, ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. അടക ജഗതഘടക ചസ്യ, നിന്റെ കുലവും നിന്റെ അതേ സ്വന്തം ജാതിയും ദൈവം വിളിച്ച കുലമല്ല, ജാതിയല്ല, നിങ്ങളെ ഇതിന് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് അടകാ ജഗടഘടക ശംഭനാഥനാഥനാദിയ അത്തരേ ജഗൽഘടക ജഗക്ഷസിയ യേശുവിന്റെ രക്തത്താൽ അനേകം പേര് വഴിമാറ്റി വിട്ടതുപോലെ, ഒഴിവാക്കി വിട്ടതുപോലെ, മാറ്റി നിർത്തിയതുപോലെ വെല്ലുവിളിക്കുന്നൊരു മേഖല അറകാറകത്തുനാദിയ ആത്മാവിനോട് പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, എന്തിന് നിന്റെ പ്രാർത്ഥന കേട്ടിട്ട്, നിന്റെ അന്യഭാഷ കേട്ടിട്ട്, നീ ശുശ്രൂഷിക്ക് കണ്ടിട്ട്, നീ ദൈവത്തിനോട് നിൽക്കുന്നത് കണ്ടിട്ട്
ില്ലേ നിനക്ക് ദുരാത്മാവ, നിനക്ക് സാത്താന്യ ശക്തി എന്ന് പറഞ്ഞ് പരിഹസിച്ചവരില്ലേ, നിന്ദിച്ചവരില്ലേ, കളിയാക്കിയവരില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധ പറയും, ലോകം എന്ത് പരിഹസിച്ചാലും, ലോകം എന്തെല്ലാം നിന്നെ നിന്ദിച്ചിരുന്നാലും, ഇന്ന് രാത്രിയിൽ ആ പരിശുദ്ധാത്മ വിളിച്ചു പറയുകയാണ്, ഈ ദുഷ്ട മനുഷ്യന്റെ വാക്ക് നീ കേൾക്കരുത്, അവരുടെ ശബ്ദം നിന്റെ ചെവിയിൽ എടുക്കരുത്. നിന്നെ വിളിച്ചത് ദൈവമാണ്, നിന്നെ സ്വന്തം ദർശനം തന്ന ദൈവമാണ്, നിനക്ക് ആലോചന ദൈവമാണ്, നിന്റെ മേൽ അഭിഷേകം തന്ന ദൈവമാണ്, നിനക്ക് ഭാഷ വരം തന്നത് ദൈവമാണ്, നിനക്ക് പ്രവചന വരം തന്നത് ദൈവമാണ്, നിനക്ക് പാടാൻ കൃപ തന്ന ദൈവമാണ്. നീയാണ് ദൈവത്തിന്റെ അതേ വിശുദ്ധ പ്രജയായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ അങ്ങനെ തള്ളിക്കളഞ്ഞാലും പരിശുദ്ധ പറയുന്നു, ചില കൂട്ടങ്ങളിൽ നിന്ന്, ചില കൂട്ടായ്മകളിൽ നിന്ന് ചിലർ തള്ളിക്കളഞ്ഞു. നിങ്ങൾ വേണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ കൂടണ്ട. സ്വന്തം ഇന്ന് രാത്രി പരിശുദ്ധ പറയാ, ആരെല്ലാം തള്ളിയിരുന്നാലും, ആരെല്ലാം ഒഴിവാക്കിയിരുന്നാലും അത് ദൈവം തള്ളിക്കളയത്തില്ല കേട്ടോ. ഞാൻ നിന്നെ ഒരു നാൾ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കയില്ല. ഉപേക്ഷിക്കാതെയും നിന്നെ തള്ളിക്കളയാത്ത, നിന്റെ കുടുംബം തള്ളിക്കളയാത്ത, നിന്റെ തലമുറയെ തള്ളിക്കളയാത്ത, നിന്റെ സ്വന്തം ആയുഷിനെ, ആരോഗ്യത്തെ തള്ളിക്കളയാത്ത ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് മറക്കരുത്. നിന്റെ കണ്ണുനീര് വെറുതെ അല്ല, നിന്റെ ഉപവാസം വെറുതെ ആകത്തില്ല. പരിശുദ്ധ പറയുന്നത്, ബോധം നിലത്ത് വിളിച്ചാകുന്നെങ്കിൽ അത് വളരെ ഒരു വർധനയ്ക്ക് വരുന്ന പോലെ ഈ ദിവസം ശുശ്രൂഷ, ഈ റഗ്ബാത്ത് മിനിസ്ട്രി ഇത് വർദ്ധിക്കാൻ പോവുകയാണ്, ഇത് വളരാൻ, ഈ വയൽ വിശാലമാകാൻ പോവുകയാണ്, ഈ വയൽ വിശാലമാകാൻ പോവുകയാണ്. ആയിരങ്ങൾ കയറുന്ന, ആയിരങ്ങൾ കൂടുന്ന ഒരു വിശാലമായ വയലായി തമ്പുരാൻ ഈ ശുശ്രൂഷയെ മാറ്റാൻ പോവുകയാണ്. അതെങ്ങനെ? നല്ല ഗോതമ്പ് മണികളായി, അടകാ ജഗടകടകച്ചി കാറ്റടിച്ച പറക്കുന്ന പതിരുകളല്ല, ദൈവത്തിനുള്ള ഗോതമ്പ് മണികളായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള 100% ഫലം കായ്ക്കുന്നതിനെ തമ്പുരാൻ ചേർക്കാൻ പോവുകയാണ്. അടകാ ജഗടകട ദൈവം ചില വഴികൾ തുറക്കും. ദേശത്തും സ്വദേശത്തും വിദേശത്തും ഒക്കെ അനേകം പേര് ദൈവാത്മാവിനോട് ചേർക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആലോചന അറിയിക്കുവാൻ ജനങ്ങൾ കൂടാൻ പോവുകയാണ്, ജനങ്ങൾ ഓടി വരാൻ പോവുകയാണ്. അത് ഒരു കാലത്ത് തള്ളിക്കളഞ്ഞവർ, അതേ സ്വത്രം ഒതുക്കിയവർ, ബ്ലോക്ക് ചെയ്തവർ, തള്ളിക്കളഞ്ഞവർ, കുറ്റം പറഞ്ഞവർ, ആ കൂട്ടായ്മയിൽ നിന്ന് ഇറക്കി വിട്ടവർ, അടകാ ജഗനകട പരിഹസിച്ചവർ, നിന്ദിച്ചപ്പെട്ട ദൈവപ്രവൃത്തി ഈ 2026 ദൈവത്തിന്റെ ഒരുക്കാൻ പോവുകയാണ്. അടകാജകൾ ദർശനത്തിന്റെ കലവറകൾ തുറക്കാൻ പോകും, വെളിപ്പാടുകൾ തരാൻ പോവുക, പേര് വെളിപ്പെടുത്തും, വീട് വെളിപ്പെടുത്തും, സ്ഥലം വെളിപ്പെടുത്തും. അടകാ ജഗടകടകസിയ അടക കൊർനെല്യോസിന് വെളിപ്പെട്ട ദൈവം, തന്റെ പത്രോസിന് വെളിപ്പെട്ട ദൈവം, അടക ദർശനങ്ങളുടെ കലവറകൾ തുറന്ന് തന്റെ ദൂതനെ അയച്ച് അത്ഭുതങ്ങൾ ദൈവമേ, ഈ സൂമിൽ പങ്കെടുക്കുന്ന, ഈ ഗൂഗിൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം വഴി തുറക്കാൻ പോവുകയാണ്. രോഗക്കിടക്കയിലായിരിക്കുന്ന, കുടുംബത്തിനകത്ത് രോഗം കൊണ്ട് അത് കെട്ടിയിട്ട് കിടക്കയിൽ ഒതുക്കുന്ന ചില പൈശാചിക മണ്ഡലത്തിന്റെ കെട്ടുകളെ ഒരു വ്യക്തിയിൽ തമ്മിൽ അഴിച്ചു മാറ്റി മാനസികമായി തകർക്കാൻ നോക്കുന്ന, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ചില അന്ധകാരത്തിന്റെ കെട്ടുകളെ ഞാൻ അഴിച്ചു മാറ്റി വിടുതൽ അയക്കുമെന്ന് പരിശുദ്ധ പറയുന്നു. ചില സാമ്പത്തിക ബാധ്യത തീർക്കും, ചില കെട്ടുകളെ പൊട്ടിക്കും. ഒരു ഭവനം, ഒരു വീട്, ഒരു ബിൽഡിംഗ്, ഒരു കൺസ്ട്രക്ഷൻ ചെയ്തൊരു ബിൽഡിംഗ് ചില അവകാശത്തിലേക്ക് വേണ്ടി ദൈവത്തിൽ എഴുതി അവകാശമാക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം ഈ 2026 ഒരു വഴി തുറക്കുമെന്ന് പറയുന്നു. ബാങ്കുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ ദൈവാത്മാവ് ഈ വർഷം നടത്തും. ചില വിദേശ നന്മയുടെ വഴി തുറക്കും, ചില വിദേശ യാത്രയുടെ നന്മയുടെ വഴി തമ്പുരാൻ തുറക്കും. അത്തരം ജാലം ദ്വാര ക്ഷാലത്താരകടകച്ചസി അറിയാറകച്ചസി അരക
തള്ളിക്കളഞ്ഞത് മൂലക്കല്ലാക്കി തീർക്കുന്നൊരു ദൈവപ്രവൃത്തി പോലെ പരിശുദ്ധ പറയുന്നു. കർത്താവിന്റെ സത്യ സുവിശേഷത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നിന്നാൽ അടകാജകൾ കട 2026 ഉയർച്ച തന്നെയാണ്. ആത്മാവ് പറയുന്നു, അബ്രഹാമിന് പറഞ്ഞു, നിന്റെ പേര് വലുതാക്കും, നിന്റെ പേര് വലുതാക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവർത്തികൾ കർത്താവേ, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവെ അവിടെ അത്ഭുതം ചെയ്യണമേ. കർത്താവെ, ദൈവശക്തി വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശംധന വൈശംധന റിഗമനഘടകച്ചസിയ അത്ഭുത കരം നീട്ടണം. ആപത്തനർത്ഥങ്ങളിട്ട് ചിലതിനെ ഉടച്ചുകളെ തകർത്തുകളെ വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടണം. കർത്താവെ, ആയുസിനോട് പോരാടുന്ന അന്യായ ബന്ധനങ്ങൾ അഴിക്കുന്ന കർത്താവെ, ചില ശത്രുവിന്റെ എതിര് പദ്ധതികൾ, എതിര് പ്രാർത്ഥനകൾ പോലെ ശത്രു അസ്തുയ കൊണ്ട് എതിര് പ്രവർത്തിക്കുന്ന പോലെ ചില പോരുകളെ ദൈവം തകർക്കട്ടെ. ആഭിചാരങ്ങളെ, ക്ഷുദ്ര ബന്ധനങ്ങളെല്ലാം അടിഞ്ഞുമാട്ട കർത്താവെ. ദൈവശക്തിയുടെ കർത്താവെ, ദൈവദൂതനിറക്കട്ടെ കർത്താവെ. ദർശന കലവറ തുറക്കട്ടെ, വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ദൈവകൃപയിൽ ഇവരെ മറക്കണം കർത്താവെ. ഇന്ന് രാത്രി യോഗത്തിൽ ഇത്രത്തോളം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവെ. അവസരം എല്ലാ ദൈവത്തിന്റെ